ഓ ഗൈസ് നോക്കൂ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, കാസർഗോഡുള്ള എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ഇന്നൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹോം ടൂറിൽ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ജാക്കി കുട്ടൻ. ജാക്കി സുഖലാടാ? ഷെയ്ക്കൻഡാ ജാക്കി, ജാക്കി ഷെയ്ക്ക് ഹാൻഡ്. വാ സിംബ, സേ ഹായ്. സിംബ സേ ഹായ് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇതാണ് നമ്മുടെ വേറൊരു ഫെഡ് ഡോഗ്. ഞാൻ കുറച്ച് കുറുമ്പനാണ്. റോച്ചി എന്ന് എൻ്റെ പേര്. റോച്ചി സേ ഹായ്. റോച്ചി കുട്ടാ കണ്ടോ ഗൈസ്, വാലാട്ടുന്നു. നമ്മുടെ വീട്ടിലെ ബാക്കിലത്തെ വ്യൂ ആണ്. ആ താഴെ വേറെ റബ്ബർ തോട്ടമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ കുറച്ച് കവുങ്ങൊക്കെ നട്ടിട്ടുണ്ട്. നിങ്ങൾ ദൂരെ കാണുന്നൊരു വീടും അതിന് ചേർന്നുള്ളൊരു തൊഴുത്ത് നമ്മുടെ ആയിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഈ വല കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഗൈസ്, നമ്മൾ ആദ്യം ഈ ടാങ്കിലെ വെള്ളം ഒന്ന് ഒഴുക്കി കളയുവാണ്. അപ്പോൾ മീൻ പിടിക്കാൻ എളുപ്പമാവും. മീനെ കിട്ടി ഗൈസ്. ഇവിടെ പെടയ്ക്കുന്ന മീൻ അസാമല. ഇതാണ് വാളാ മീൻ, നല്ല മുള്ളുള്ള മീൻ. ഓ ഗൈസ് നോക്കൂ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. നല്ലപോലെ പരിചരിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1.5 കിലോ ശരാശരി വളർച്ച എത്തുന്നുള്ളതാണ്. ഇപ്പോൾ തീറ്റയുടെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ ഇത് വളർത്തുക നമുക്ക് നഷ്ടമാണ്. പിന്നെ ഒരു ഹോബിക്കായിട്ട് ചെയ്യുന്നു. എന്നാലും ഇപ്പോൾ ഏകദേശം 1 കിലോ തൂക്കമുള്ള ഒരു മീനുണ്ട്, നഷ്ടമില്ല. മാർക്കറ്റിൽ വാങ്ങുകയാണെങ്കിൽ 200-250 റുപ്യ കിലോയ്ക്ക് കൊടുക്കണം. നമ്മുടെ ഈ നാട്ടിൽ ശുദ്ധല മീനായതുകൊണ്ട് ഈ നാട്ടിൽ ഇങ്ങനത്തെ മീനും കിട്ടുമല്ലോ. അതാ കിട്ടുവാണെങ്കിൽ ഒരു 3 മാസം 4 മാസം പഴക്കുന്ന മീനെ, അമോണിയിട്ട മീനെ നമുക്കിവിടെ കിട്ടുകയുള്ളൂ. ഇതൊക്കെ ക്വയറ്റ് കോമൺ ആയിട്ട് തമിഴ്നാട്, ആന്ധ്ര ഇതൊക്കെയാണ് ഇങ്ങനത്തെ മീൻ കിട്ടുക. നമ്മൾ ഇന്ന് പിടിച്ച മീനാണ്. ഇതാണ് ആസാം വാള. നമ്മുടെ കുളത്തിൽ ഏതാണ്ട് 3 ആസാം വാള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നിനെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാളമീൻ നമ്മൾ കുറച്ച് മസാല ഒക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പാത്രത്തിലുള്ള ഈ മസാലക്കൂട്ട് എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടിയുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് നാരങ്ങാനീരുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുണ്ട്. നമ്മൾ ആദ്യത്തെ മീൻ ഇങ്ങനെ മസാല പുരട്ടി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ മസാലയെ കുറച്ച് ചെറുനാരങ്ങ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും മീൻ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ. നമ്മളിപ്പം മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ മസാല തിരുമ്മി വെച്ച മീൻ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊരു 1 അവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 1 അവറിന് ശേഷമാണ് നമ്മൾ ഇനി ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പം അതുവരെ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അയണിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറി ലീവ്സ് നമ്മളതിൽ മോടി ഇട്ടിട്ടുണ്ട്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ മീനായിട്ട് ഇടാൻ വേണ്ടി പോവാണ്.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹോം ടൂർ നടത്തി, അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്നൊരു മീനെ പിടിച്ചു. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.